ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.5ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് യു ഈസ് ഇക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9, എ ഈസ് ഇക്വൽ ടു സെറ്റ് 2 4 6 8, ബി ഈസ് ഇക്വൽ ടു സെറ്റ് 2 3 5 7, വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഇക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ രണ്ടും എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം ആദ്യം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എൽ എച്ച് എസ് എന്ന് പറയുന്നത് എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പം നമ്മൾ ആദ്യം എ യൂണിയൻ ബി നമ്മൾ കണ്ടുപിടിക്കുന്നു. എ എന്താണ് ഇവിടെ? എ എന്ന് പറയുന്നത് 2 4 6 8 ആണ്. യൂണിയൻ ബി എന്ന് പറയുന്നത് 2 3 5 7 ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ത് വരും? രണ്ടും കൂടെ ചേർന്നുള്ളത് വരും അല്ലേ? സെറ്റ് 2 രണ്ടെടുത്തുകൊണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ 3 4 5 6 7 8. ഇത് ഞാൻ ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് എ ആദ്യം എഴുതാം, പിന്നെ ബി എഴുതാം. റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. അപ്പോൾ 2 3 4 5 6 7 8 എന്ന് കിട്ടി. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്ത് വരും? ഈ എ യൂണിയൻ ബിയിൽ കിട്ടിയ എലമെൻസുകളെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിൽ വരിക. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ എ യൂണിയൻ ബിയെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2 3 4 5 6 7 8 ഇത്രയും മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെയുണ്ട്? സെറ്റ് 1ഉം 9ഉം. ഇതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആർ എച്ച് എസ് എന്താണ്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും എന്താണ് എന്ന് എഴുതുന്നു. എന്താണ് എ കോംപ്ലിമെൻറ്റ്? എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ എന്താണ്? 2 4 6 8. അപ്പോൾ ഇതിൽ നിന്ന് 2 4 6 8 മാറ്റിയാൽ ബാക്കി എന്തൊക്കെയുണ്ട്? 1 3 5 7 9. 1 3 5 7 9. പിന്നെന്താ? ബി കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് ബി കോംപ്ലിമെൻറ്റ്. ബി ഈസ് 2 3 5 7 അല്ലേ? 2 3 5 7. ഇത് 4 എണ്ണം മാറ്റിയിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെ വരും? 1 4 6 8 9. ഇതാണ് ബി കോംപ്ലിമെൻറ്റ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതായത് എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ, അതായത് കോമൺ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കണം. 1 ഇവിടെ കോമൺ ആണ്. പിന്നെ കോമൺ ആയിട്ടുള്ളത് നമുക്ക് 9 ആണ്. അപ്പോൾ എന്തൊക്കെ വന്നു? 1, 9 എന്ന് വന്നു. അപ്പോൾ രണ്ടും നമുക്ക് ഒരേപോലെയാണ് കിട്ടിയത്. എൽ എച്ച് എസും ആർ എച്ച് എസും നമുക്ക് എന്ത് കിട്ടി? ഈക്വലായിട്ട് കിട്ടി. എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വലായിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെയർഫോർ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഇക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് നമുക്ക് പറയാം. നമ്മളിത് വെരിഫൈ ചെയ്തു ഉണ്ടല്ലോ. അപ്പോൾ വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വലാണ് എന്ന് നമ്മൾ ചെയ്ത് കാണിക്കണം. വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഇക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ എൽ എച്ച് എസിൽ എന്താ വരിക? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ള എലമെൻറ്റുകളും എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ ചേരുന്നതാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ?
ഈ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് 2. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതായിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ 2 അങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് എഴുതുന്നതാണ് എ ഇൻ്റർസെക്ഷൻ ബി ദി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വരും? എ ഇൻ്റർസെക്ഷൻ ബി 2 ആണ്, അത് നമ്മൾ മാറ്റുന്നു. അപ്പോൾ 1 3 4 5 6 7 8 9 ഇത്രയുമാണ് എ ഇൻ്റർസെക്ഷൻ ബി ദി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ LHS കിട്ടി. ഇനി നമുക്ക് RHS കണ്ടുപിടിക്കണം. RHS എന്താണ്? എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കണം. അപ്പം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിച്ചിരുന്നു അല്ലേ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. 2 4 6 8 മാറ്റിയാൽ ബാക്കിയുള്ളത് അല്ലേ? എന്തൊക്കെയാണ്? 1 3 5 7 9 ഇതാണ് എ കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. ബി 2 3 5 7 അത്രയും മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെയുണ്ട്? ബി കോംപ്ലിമെൻറ്റ് 1 4 6 8 9 ഇതാണ് ബി കോംപ്ലിമെൻറ്റ്. നമുക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയനാണ് വേണ്ടത്. അതായത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ത് വരും? രണ്ടിലും കൂടെ 2 സെറ്റുകളും കൂടെ ചേർന്ന് വരുന്നത്. പക്ഷേ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എഴുതാൻ പാടില്ല. അപ്പോൾ 1 രണ്ടിടത്തുമുണ്ട്, അതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതുന്നു. പിന്നെ 3 4 5 6 7 8 9 രണ്ടിടത്തുമുണ്ട്, അതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി 9. ഇത് അപ്പം നമുക്ക് രണ്ടും എന്ത് കിട്ടി? ഒരേപോലെ തന്നെ നമുക്ക് കിട്ടി അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റും നമുക്ക് ഈക്വലായിട്ട് കിട്ടി. അതായത് LHSഉം RHSഉം നമുക്ക് ഈക്വലായിട്ട് തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്.